നമ്മൾ പൂക്കളിടുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇട്ടത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പൂ പൊട്ടിക്കണേൻ്റെയും ഒക്കെയുള്ള വീഡിയോ എടുത്ത് വെച്ചപ്പോൾ തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നിട്ട പൂക്കളം ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് ഇപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൂക്കളിടാനുള്ള പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വേഗം പൂക്കളിടാന്ന് പറഞ്ഞിട്ട് ഒരു മുറത്തിലൊക്കെ എല്ലാ പൂവും കൂടി ആക്കിയിട്ട് നമ്മൾ ചാണകം തേച്ച് വെച്ച തറേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മളിടുന്ന പൂക്കളത്തിലൊന്നും അധികം പച്ചക്കളറുകൾ ഉപയോഗിക്കാറില്ല, അതായത് ഇലകളൊന്നും നമ്മളങ്ങനെ ഇടാറില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ ഒക്കെ നോക്കി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. തുളസി, തുമ്പ, അതുപോലെ തന്നെ മുക്കുറ്റിയൊക്കെ ഇതുപോലെ വെക്കണതൊക്കെ ഞാൻ 1-2 വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്പരത്തിയൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് കാശിത്തുമ്പ് ഓരോന്നായിട്ട് പൊട്ടിച്ച് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളിടണോണ്ട് പറയുകയല്ല, കുഴപ്പമില്ല തോന്നുന്നു. ഈ ഫ്രണ്ടിലത്തെ ഈ ഇലകൾ ഒഴിച്ച് കഴിഞ്ഞാൽ പൂക്കളം നല്ല രസമുണ്ട്. ഇലകൾ രസമില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് പെട്ടെന്ന് നമ്മുടെ പൂക്കളം നേരെ കാണില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ട്. പിന്നെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്തപ്പോഴേക്കും തന്നെ മഞ്ഞയും ചുവപ്പും മാത്രമായിരുന്നു, കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഗാർഡനിൽ വന്നിട്ട് ഓരോന്ന് പൊട്ടിച്ചിട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ പൂക്കളം ഇതുപോലെയാണ് കേട്ടുള്ളത്. എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പശു കരയണ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ടില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടാവും കേട്ടോ. എന്തിനാണ് ഈ പശു ഇങ്ങനെ കടന്ന് കരയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാലോ. കുറേ നേരമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തൊന്നും മിണ്ടാണ്ടിരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ സമ്മതിക്കണില്ല. എന്തായാലും ഇപ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. എന്നും ഗാർഡനത്തെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നേരാക്കിയ ഗാർഡനാണ് കേട്ടോ അങ്ങനെയുള്ളത്. കാരണം ആകെ അലമ്പായിട്ട് കിടക്കണേന്ന് കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തിക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗാർഡൻ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമ്മുടെ ഗാർഡനിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നോക്കിയാൽ മാത്രം പോലെ കുറച്ച് വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മേലെ നിന്നുള്ള വ്യൂ, സൈഡിൽ നിന്നുള്ള വ്യൂ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ പട്ടിക്കൊന്നും എന്നെ ഒരു വിലയില്ല, നീ എന്ത് തേങ്ങ വേണമെങ്കിൽ കാണിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ കിടക്കുന്നത്. പിന്നെ ഈ ഒരു ചെടി വലിയൊരു സംഭവം കേട്ടോ. ഇത്രയും കാലം ഇതിൽ കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൂക്കളിടാൻ വേണ്ടി പൂക്കൾ പറിക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത് ഇപ്പം അധികം പൂക്കളില്ല, ആകെ ഒരു പൂവാണിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ ഗാർഡനത്തെ കുറച്ച് വീഡിയോ, ഈ പൂക്കളൊന്നും ഞാൻ അധികം പറിച്ചെടുക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂക്കളാണ് കേട്ടത്. കാരണം കുറേ പൂക്കളുണ്ടാവും കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടികൾ എപ്പോഴും നമ്മുടെ അമ്പലക്കുളത്തു നിന്നാണ് കേട്ടോ വെള്ളം കുടിക്കാറ്. അപ്പം നമ്മുടെ പൂക്കളൊക്കെ ഇട്ടിട്ടില്ല ലാസ്റ്റ് വ്യൂ ആണ് കേട്ടോ ഈ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിലും അത്യാവശ്യം നല്ലോണം 10 മണി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.